2026 എപ്പിസോഡ് 174ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു. യെശയ്യാവ് 14 മുതൽ 17 വരെ, എഫേസ്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കും എന്നറിയാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉപയോഗശൂന്യമായ ഉണങ്ങിയ മരക്കൊമ്പ് പോലെ എറിഞ്ഞു കളയുന്നത് ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഉപയോഗശൂന്യമായ ഉണങ്ങിയ മരക്കൊമ്പ് പോലെ എറിഞ്ഞു കളയുന്നത് ആര്? രണ്ടാമത്തെ ചോദ്യം, ഉഷ്ണം, ഫലങ്ങൾ എന്നീ വാക്കുകളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു വാക്ക് ഏത്? ഉഷ്ണം, ഫലങ്ങൾ എന്നീ വാക്കുകളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു വാക്ക് ഏത്? മൂന്നാമത്തെ ചോദ്യം, മോവാബിലെ 2 പട്ടണങ്ങൾക്ക് ഒരുപോലെയുള്ള നാശം സംഭവിച്ചു. പട്ടണങ്ങൾ ഏവ, നാശം എന്ത്? മോവാബിലെ 2 പട്ടണങ്ങൾക്ക് ഒരുപോലെയുള്ള നാശം സംഭവിച്ചു. പട്ടണങ്ങൾ ഏവ, നാശം എന്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, 2 പട്ടണങ്ങളുടെ പേരിന്റെ തുടക്കം ബൈബിളിലെ ഒരു രാജാവിന്റെ ഭാര്യയുടെ പേരോടുകൂടെയാണ്. പട്ടണങ്ങൾ ഏവ? ഒരു ക്ലൂ പറയാം, ഒരു അധ്യായം 2 റെഫറൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 പട്ടണങ്ങളുടെ പേരിന്റെ തുടക്കം ബൈബിളിലെ ഒരു രാജാവിന്റെ ഭാര്യയുടെ പേരോടുകൂടെയാണ്. പട്ടണങ്ങൾ ഏവ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പാദരക്ഷയാക്കേണ്ടത് എന്തിനെ? പാദരക്ഷയാക്കേണ്ടത് കേട്ടോ, പാദരക്ഷയാക്കേണ്ടത് എന്തിനെ? അപ്പോൾ ഇതൊക്കെയാണ് 5 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. അപ്പോൾ നാളെ ശരി ഉത്തരങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.